ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിദ്ദയിൽ നിന്നും കോഴിക്കോടേക്ക് അബുദാബി വഴി ഇത്തിഹാദ് എയർവേസിൽ യാത്ര ചെയ്യുകയാണ്. ജിദ്ദയിൽ നിന്നുള്ള ജിദ്ദ അബുദാബി ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിംഗ് ആണിപ്പോൾ. ബസ്സിൽ കയറിയപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിഹാദ് എയർവേസിൻ്റെ 787 Dreamliner ആണ് ഇന്ന് നമ്മുടെ എയർക്രാഫ്റ്റ് യാത്ര ചെയ്യുന്നത്. ഇത് ഏകദേശം ജിദ്ദയിൽ നിന്ന് അബുദാബിയിലേക്ക് ഒരു 2.5 hours കൊണ്ട് ട്രാവൽ ചെയ്തെത്തും. നമ്മുടെ ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് ഏകദേശം ഡിപ്പാർട്ട് ചെയ്യാനായി. പാസഞ്ചേഴ്സ് എല്ലാം കയറി. ഇപ്പോൾ ഞാനുള്ളത് എക്കോണമി ക്ലാസ്സിലാണ്. എൻ്റെ സീറ്റ് എക്കോണമി ക്ലാസ്സിലാണ്. എക്കോണമി ക്ലാസ്സിൻ്റെ സീറ്റ്സ് എല്ലാം വളരെ കംഫർട്ടബിളാണ്. ഏറ്റവും ആധുനികതയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ട്. USB പോർട്ടുണ്ട്, ചാർജർ പ്ലഗ് ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ഇയർഫോൺ ഉണ്ട്, നല്ല ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇപ്പോൾ ഞാനുള്ളത് 787 Dreamlinerന്റെ ഏറ്റവും ബാക്കിലുള്ള ക്രൂ ഹാങ് ചെയ്യുന്ന ഗാലിയിലാണ്. ഓക്കെ, ഇവിടെ ഒരു ക്രൂ മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട്, മിസ്റ്റർ സംഗീത്. ഹീസ് ഫ്രം ബോംബെ. He will give us a little brief about 787 Dreamliner. The 787 Dreamliner is one of the finest aircrafts recently produced by a company called Boeing, which is based in America. The good functions about this is cabin pressure is maintained at an altitude which is more than what the Airbus or the old Boeings would have, which is the old Boeing would have a 3,000 to 6,000 feet altitude in the cabin. The 787s have a cabin altitude of 8,000 feet. So breathing in this aircraft when it's flying is much better. There is no dryness in the air that you feel when you travel long distances. It does not let you fatigue because you travel 14 hours, because the cabin pressure is maintained in such a way that your body doesn't feel you're flying 40,000 feet. Other than that, this is a 787-1000 series, which is the first of its kind to enter into service in the UAE. So Etihad Airways is the only airline at the moment who has a 787-1000 aircraft. What it means is it's slightly longer, more exceeds capacity in economy. So this is our main galley area in the economy class. This is where everything gets prepared when it comes to meals. The cart preparations, what you see in the cabin when you're flying as a passenger, everything gets prepared here. We have storages for carts where the trays are. We have ovens for where the meals are. We have different outlets for coffee. We have fridges for drinks that need to be kept cold. We have coffee and tea makers here. And all these things at the bottom are controlled with air chillers, which are behind, which we can't see at the moment. And that is because it keeps the food cold and fresh, so that when we go out in the cabin on a flight to serve, you get the best of food and the freshest of food items. Your seatbelt must be fastened whenever the fasten seatbelt sign is illuminated. تغيير الحزام لسحب الشريط to adjust. എക്കോണമി സീറ്റിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് പുതിയ കുറേ ഫീച്ചേഴ്സ് ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കണ്ടോ, ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് ശരിക്കും സൈഡ് വെച്ച് ഉറങ്ങാനൊക്കെ പറ്റിയ ഒരു ഹെഡ് റെസ്റ്റാണ്. ഇത് എക്കോണമി ക്ലാസ് പാസഞ്ചേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ കഴുത്തൊന്നും തൂങ്ങി ഉറങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ചായച്ച് സുഖമായിട്ട് ഉറങ്ങാവുന്നതാണ്. ഇത് പുറകോട്ടെത്തുമ്പോൾ വളരെ നന്നായിട്ട് പുറകോട്ട് പോകുന്നുണ്ട്. പിന്നെ ലെഗ് സ്പേസ്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ എക്കോണമി ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും വിചാരിക്കും വളരെ കൺജസ്റ്റഡ് ആയിരിക്കും, യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ 787 Dreamlinerലെ എക്കോണമി ക്ലാസ് വളരെ കംഫർട്ടബിളാണ്.
ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ ഇത്തിഹാദ് എയർവേസ് ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ പോകുന്ന ഒരുപാട് മലയാളി പാസഞ്ചേഴ്സ് ഉണ്ട്. എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആഫ്രീൻ എന്ന് പറഞ്ഞ ഒരു കോഴിക്കോട്ടുകാരനാണ്. എപ്പോഴും ഇത്തിഹാദ് എയർവേസാണ് യാത്ര ചെയ്യുന്നത്. ആദ്യമായിട്ടാണോ? മുന്നേ യാത്ര ചെയ്യുന്നത്. എൻ്റർടൈൻമെൻറ്റ് സ്ക്രീൻ ഓണായി. നമുക്കിനി നോക്കാം ഏതൊക്കെ മൂവീസ് ഉള്ളതെന്ന്. ഇന്ത്യൻ സിനിമ, മലയാളം, ഇവിടെ നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയ ഉണ്ട്. പിന്നെ നോക്കാം ഏതൊക്കെ മലയാളം ഉള്ളതെന്ന്. പിന്നെ ഉദാഹരണം സുജാതയുണ്ട്. എനിക്ക് തോന്നുന്നു 2 മലയാളം മൂവീസാണുള്ളത്. തിരിച്ച് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലൈറ്റ് പാത്ത് ഉണ്ട്. മാപ്പ് ഇതൊക്കെ ഇതാണ് നമ്മുടെ ജിദ്ദയിൽ നിന്നും ഇങ്ങനെ സൗദി മൊത്തം ശരിക്കും ക്രോസ് ചെയ്യുകയാണ് അബുദാബി വരെ. ഇനി നമുക്ക് ആൽബംസ് നോക്കാം. ഒരുപാട് ട്രാക്സ് ഉണ്ട്. ഇംഗ്ലീഷും എനിക്ക് തോന്നുന്നു ഒരുപാട് ഭാഷകളിൽ തന്നെ ഉണ്ട്. ഇതവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ, അറബിക്, ക്ലാസിക്കൽ, ഒപ്പേറ, അങ്ങനെ മ്യൂസിക് ആസ്വദിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ ലൈവ് TV, CNN, BBC, CNBC ഒക്കെ അങ്ങനെ ഒരുപാട് ചാനൽസ് ലൈവായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്കിതിലുള്ളത് ഗെയിംസ്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇതിൽ. അങ്ങനെ ഫ്ലൈറ്റിലെ യാത്ര സുഖപ്രദമാക്കാൻ കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് തന്നെ എത്തിഹാദ് ഓഫർ ചെയ്യുന്നുണ്ട്. ഫുൾ കഫേ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സാൻഡ്വിച്ചൊക്കെ ഉള്ള ഒരു സ്നാക്കെല്ലാം അടങ്ങിയ ഒരു ഷോർട്ട് മീലാണ് ഈ ഫ്ലൈറ്റിൽ. കാരണം ഇതൊരു ഷോർട്ട് ഫ്ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ 2.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അധികം സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ക്രൂ വളരെ തിരക്കിലാണ് അവരുടെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ 787-ലെ ലാബറട്ടറി ടോയ്ലറ്റ് ചുമ്മാ കയറി നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അകത്ത് കയറി ലോക്ക് ഓൺ ചെയ്താലേ ലൈറ്റ് ഓൺ ചെയ്യാവും. അതുവരെ ഒരു ഡാർക്കായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇതിൻ്റെ അകത്ത്. സത്യം പറയാലോ, ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഒക്കെ ടോയ്ലറ്റിൽ ചെന്ന ഒരു ഫീലാണ് ഇതിൻ്റെ അകത്ത്. വളരെ ഒരു എലഗന്റ് ആൻഡ് ലക്ഷറി പ്രീമിയം ഹോട്ടൽസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം ടോയ്ലറ്റ് ആണെങ്കിൽ പോലും ഇത് നമ്മുടെ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ ഇൻഫൻസിനെയും ബേബീസിനെയൊക്കെ കിടത്തി പാമ്പേഴ്സ് അങ്ങനത്തെ ഇതൊക്കെ മാറ്റാനുള്ള ചെറിയ ടേബിൾ, പിന്നെ നമ്മുടെ ക്ലോസറ്റ്, പിന്നെ നമ്മുടെ ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടറിൻ്റെ ചെറിയ ടാപ്പ് കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ വേസ്റ്റേജ് ട്രാഷ് ബാൻ, പിന്നെ ഇത് ടോയ്ലറ്റ് നാപ്കിൻ. 787 ഡ്രീംലൈനറിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതിന് നമ്മുടെ വിൻഡോന് ഷട്ടർ ഇല്ല. അതിന് പകരം ഒരു പുതിയ ടെക്നോളജിയാണ്. അതായത് ഈ 2 ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ കൂളിങ്ങിൻ്റെ ഡാർക്ക്നെസ് കുറയും, പിന്നെ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കൂളിങ്ങിൻ്റെ ഡാർക്ക്നെസ് കൂടും. അതൊരു പുതിയ ടെക്നോളജിയാണ്. അതായത് ഇങ്ങനെ നമ്മൾ ഷീൽഡ് ഷട്ടർ ഇങ്ങനെ തുറന്ന് അടക്കേണ്ട ആവശ്യമില്ല. ഈ ബട്ടണിൽ തന്നെ ആ കൂളിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവും. ഇനി നമുക്കിതിൽ ഇൻഫ്ലൈറ്റ് സെയിൽസ് സർവീസ് നോക്കാം. ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. പ്രീമിയം ആയിട്ടുള്ളതും പിന്നെ മിഡ് റേഞ്ചിലും ഹൈ റേഞ്ചിലൊക്കെ വരുന്ന ഒരുപാട് പെർഫ്യൂംസ്, അങ്ങനെ ഫ്ലൈറ്റിൽ പൊതുവെ കാണാവുന്ന ഒരുപാട് ഐറ്റംസ് ഇതിൽ അവൈലബിൾ ആണ്. ഞാനിതിൽ മറിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ചില പെർഫ്യൂംസൊക്കെ ഇതിൽ ചീപ്പായിട്ടാണ് കണ്ടത്. പിന്നെ ഇത് നമ്മുടെ എല്ലാ ഫ്ലൈറ്റിലും കാണാവുന്ന സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കാർഡ്, അതായത് സേഫ്റ്റി അവയർനെസ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ്. ഫ്ലൈറ്റിൽ അപകടത്തിൽപ്പെട്ടാലും അങ്ങനെ എമർജൻസി ആയിട്ട് വരുന്ന സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന കാർഡ് നമുക്ക് എല്ലാ ഫ്ലൈറ്റിലും കാണാവുന്ന ഒരു കാർഡ് തന്നെയാണത്.
ചെറിയൊരു എക്സ്പ്രസ് സ്നാക്കാണ് ഇതിൽ സെർവ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. അതിലൊരു ചെറിയ 1 ബൈറ്റ് സാൻഡ്വിച്ച് ഉണ്ട്. എനിക്ക് ചീസാണ് തോന്നുന്നു, മറ്റേ എന്താണെന്നറിയില്ല. ഒരു ലെറ്റ്യൂസ് അകത്ത് കാണുന്നുണ്ട്. പിന്നെ ബെവറേജസ് ഉണ്ട്, ഹോട്ട് ഓർ കോൾഡ് ജ്യൂസ്, ടീ, കോഫി. പിന്നെ ഇതിലൊരു ചെറിയ, എനിക്ക് തോന്നുന്നതൊരു സാൻഡ്വിച്ചാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താ അതിൻ്റെ അകത്തുള്ളത്. ഒരു ചെറിയ ബോട്ടിൽ വെള്ളമുണ്ട്. പിന്നെ ഷുഗർ അല്ല, പിന്നെ ഡെസേർട്ടിന് പകരം ഒരു ചെറിയ ചോക്ലേറ്റാണ് കൊടുക്കുന്നത്. ഒരു ഹെവി മീൽ അല്ലെങ്കിൽ പോലും ഒരാളുടെ വയർ നിറക്കാൻ ഒരു ഫിറ്റ് ടു ഫുൾ ബെല്ലി എന്ന് പറയുന്ന പോലെ അത്യാവശ്യത്തിന് വയർ നിറയാനുള്ള അത്രയും സാധനങ്ങൾ അതിലുണ്ട്. സാൻഡ്വിച്ച് ആണെങ്കിൽ ഒരു ലൈറ്റ് മീലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ യാത്ര ചെയ്ത 787 ഡ്രീംലൈനർ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എയർക്രാഫ്റ്റ്. പക്ഷേ എനിക്കിന്ന് അധികം ടൈം കിട്ടിയില്ല, കാരണം എക്കോണമി ക്ലാസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് അബുദാബിയിൽ ലാൻഡ് ചെയ്ത് ടെർമിനലിലേക്ക് പോയി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെർമിനലിൻ്റെ അകത്ത് എത്തിയപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ട്രാൻസിറ്റിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒരു സർവീസാണിത്. ഒരു ട്രോളി, ചെറിയ ട്രോളി. ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ആ ട്രോളിയിൽ വെച്ചു. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സർവീസാണ്. ഞാനിപ്പോൾ എൻ്റെ ഗേറ്റ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ട്രോലി ഇപ്പോൾ എടുത്തുകൊണ്ട് ഈ ഒരു എസ്കലേറ്ററിലൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ദൂരം നടക്കുക തന്നെ വേണം. അറ്റം കാണാത്ത അത്രയുണ്ട് ദൂരം. ക്രിസ്മസ് അടുത്ത മാസം വരുന്നത് കൊണ്ട് ഒരുപാട് സ്ഥലത്ത് ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഇപ്പോൾ സെയിലുണ്ട്. ഒട്ടുമിക്ക ഷോപ്പുകളും ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വന്ന് ലാൻഡ് ചെയ്തിട്ട് ആദ്യം താഴെ നിന്ന് മേളിലോട്ട് പോയി, പിന്നെ മേളിൽ നിന്ന് താഴോട്ട് വന്നു. അപ്പോൾ ഇനി കാണിക്കുന്നത് എൻ്റെ ഗേറ്റ് താഴേക്ക് എന്നാണ്. അപ്പോൾ വീണ്ടും ഇനി ഞാൻ താഴേക്ക് പോകണം. ഇവിടെ ഇതുപോലെയാണ് മൊത്തത്തിലൊരു പസിൽ പോലെയാണ് ഒരു ടെർമിനൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. എസ്കലേറ്ററിൽ പോകേണ്ടതെന്ന് വെച്ച് ഞാനൊരു ബുദ്ധിപൂർവ്വം ലിഫ്റ്റ് എടുത്തു. കാലിക്കറ്റ് ഫ്ലൈറ്റിൽ ഇപ്പോൾ ഗേറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യും എന്നാണ് കാണിച്ചിട്ടുള്ളത് സ്ക്രീനിൽ. 1 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കോഫി ബാറുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ വയ്യ. അപ്പോൾ എന്തെങ്കിലും തൽക്കാലം ഫ്രൂട്ട് കട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട് കട്ട്സിൻ്റെ കൂടെ ഫ്രഷ് ജ്യൂസ് ഉണ്ട് ഇവിടെ. ഫ്രഷ് സ്ക്വീസ്ഡ് ബറക്കാത്തിൻ്റെ ലൈം ആൻഡ് മിൻറ്റ് ജ്യൂസ്. കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് തുടങ്ങി.
അബുദാബിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന എയർക്രാഫ്റ്റാണത്. ثم اسحبوا الجهة المقابلة من الحزام. انفصل. ഇന്ന് എൻ്റെ കൂടെ സഹയാത്രികനായിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് റിയാസാണ്. അദ്ദേഹം അബുദാബിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തിഹാദിലിപ്പം യാത്രയാണ്. ഇത്തിഹാദിലാണ് യാത്ര ചെയ്യാറുള്ളത്. ഇപ്പം എത്ര വർഷമായി അബുദാബിയിലായിട്ട്? 4 വർഷമായി. ഓക്കെ. ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അറൈവലും മറ്റും കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഞാൻ ക്ഷീണം കാരണം ഫ്ലൈറ്റിൽ ഉറങ്ങിപ്പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി തീർച്ചയായും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സലാം.